നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുമ്പിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതുന്ന വഴികൾ നീ പോലും അറിയാതെന്നും. യഹോവ നിനക്കായി കരുതുന്ന വഴികൾ നീ പോലും അറിയാതെന്നും. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം 118-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാമത്തെ വാക്യവും 23-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയിൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും. വേറെ കാര്യമുണ്ട്, ആശ്ചര്യങ്ങൾ ചെയ്യും. എൻ്റെ ദൈവമേ, ഇതെന്താണെന്ന് നമ്മൾ വിസ്മയിക്കുന്ന പോലത്തെ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഒരിക്കലും നടക്കത്തില്ലെന്നും സംഭവിക്കത്തില്ലെന്നും എന്തിന് നമ്മൾ സ്വപ്നങ്ങൾ പോലും കാണാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ടോ? വീട് പണിതവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. ഒരു ഭവനം പണിയുവാൻ വേണ്ടി കല്ല് കൊണ്ടിറക്കി, ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ പണിയുന്ന വ്യക്തി നോക്കുമ്പോൾ അതിനൊരു ആകൃതിയില്ല, ഷേപ്പില്ല. അതുകൊണ്ട് പറഞ്ഞു ഈ ഒരു സ്ട്രക്ചറിന് ഇത് ചേരുന്നതല്ല എന്നും പറഞ്ഞ് അതിനെടുത്ത് ദൂരേക്ക് കളഞ്ഞു. എന്നാൽ അടുത്തൊരു വാക്ക് കേട്ടോ, എന്നാൽ ആ തള്ളപ്പെട്ട കല്ല് തന്നെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുള്ളായ നിലനിൽക്കുന്ന ആശ്ചര്യകരമായ സൗധത്തിൻ്റെ അടിസ്ഥാന കല്ലായി. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. സത്യത്തിൽ യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. സ്വന്തത്തിലേക്ക് വന്നവനെ സ്വന്തമായി അവർ തള്ളിക്കളഞ്ഞു. പക്ഷേ ആ യേശുവിനെയാണ് ദൈവം സകല മാനവ ജനത്തെയും രക്ഷിപ്പാനുള്ള ഏക വ്യക്തി, ഏക നാമം, ഏക വഴി ആക്കി. ഇത് യഹോവയാൽ സംഭവിച്ചു. ഈ തള്ളപ്പെട്ടവനെയും മാറ്റി നിർത്തിയവരെയൊക്കെ പ്രധാന വ്യക്തികളാക്കാൻ നമ്മുടെ ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവം. ജോസഫ് ഒരിക്കൽ തള്ളപ്പെട്ടവനായിരുന്നു. സ്വപ്നക്കാരൻ, എന്ത് നടക്കാനെന്നൊരു കളിയാക്കായിരുന്നു അവൻ്റെ സ്വപ്നത്തെക്കുറിച്ച്. തീർന്നെന്ന് പറഞ്ഞ് വിധി എഴുതിയതാണ്. പക്ഷേ സഹോദരങ്ങളും പിതാവൊക്കെ ആശ്ചര്യപ്പെടുന്ന നിലയിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവനെ ദൈവം ഒരു ആശ്ചര്യമാക്കി. കർത്താവ് ഇന്ന് പറയുന്നൊരു കാര്യം, ദൈവം നിങ്ങളൊരു ആശ്ചര്യമാക്കും കേട്ടോ. ഒത്തിരി റിജക്ഷനും ഒത്തിരി അവഗണനയും ഒക്കെ നേരിട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഭയങ്കര പ്രതീക്ഷയോടെ എവിടേക്കൊക്കെ ചെന്ന് അവിടെ നിന്ന് ഒന്നുമല്ലാതെ ആട്ടിയിറക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്കായി ദൈവം ഒരു സമയം കരുതി വെച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ തള്ളിക്കളഞ്ഞ വ്യക്തിയാണോ ഈ വ്യക്തി എന്ന് ചോദിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ വിശേഷമായ ദൈവകൃപ നിങ്ങളുടെ മേൽ പകരുകയാണ്. ഒരിക്കൽ മോശയ്ക്ക് ഇതേ അനുഭവം തന്നെ ഉണ്ട്. അവൻ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേലിനെ വിടുവിക്കുവാൻ ചെല്ലുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചൊരു കാര്യം, നിന്നെ ആരാ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവാക്കി വെച്ചത്? അതേ മോശയെ തന്നെ
40 വർഷങ്ങൾക്ക് ശേഷം ദൈവം അയക്കുക, ഞാനാ നിന്നെ ആക്കിയത്, നീ പൊക്കോ. ഒരു വ്യക്തി തൻ്റെ വാക്ക് അനുസരിക്കാതെ തന്നെ തള്ളിക്കളഞ്ഞു. ചില വർഷം കഴിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ, 30 ലക്ഷങ്ങൾ അവൻ്റെ വാക്കനുസരിക്കാനുണ്ടായിരുന്നു. ഇത് ആശ്ചര്യമല്ലേ? ഹല്ലേലൂയ. ബൈബിൾ ഇങ്ങനെ ആശ്ചര്യങ്ങൾ ചെയ്യുന്നൊരു ദൈവത്തെ കാണാൻ പറ്റും. എന്തിനാണ് ഈ പ്രഭാതത്തിൽ ദൈവം ഈ ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നത്? ഇതുപോലെ തള്ളപ്പെട്ടൊരു വ്യക്തിയാണ് നമ്മൾ. ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ വ്യക്തിയാണ്. പക്ഷെ അതേ വ്യക്തിയായ നിങ്ങളെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. ദൈവം ചെയ്യും. യഹോവയാൽ സംഭവിച്ചെന്ന് പറഞ്ഞു. വിശേഷമായൊരു അഭിഷേകം നിന്റെ തലമേൽ വീണാൽ, ദൈവത്തിൻ്റെ ഒരു കൃപ നിന്റെ തലമേൽ വീണാൽ, ദൈവത്തിൻ്റെ ഒരു വിളി നിന്റെ മേൽ പ്രകാശിച്ചാൽ, വെറുക്കപ്പെട്ട ദാവീദിനെ ഉയർത്തിയ ഒരു ദൈവം നമ്മെ ഉയർത്താൻ ശക്തനാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതത്തിൽ അതാണ് പറഞ്ഞത്. ദേ കൊല്ലാൻ വന്നവർ ഇപ്പം സുവിശേഷം പറയും. ആശ്ചര്യകാര്യങ്ങൾ സംഭവിക്കും. ഞാനിത് പറയുമ്പോൾ ഭയങ്കരമായി ദൈവത്തിന് അകന്നുപോയി, ദൈവത്തോട് ഭയങ്കര ശത്രുത കാണിക്കുന്ന, ദൈവത്തിൻ്റെ നാമത്തോടും ഇവരെല്ലാം കള്ളമാണ്, ഒരു പണിയില്ലാതെ അങ്ങനെ പറയുന്ന ചില വ്യക്തികൾ നീയുമായി കണക്ട് ചെയ്തുണ്ട്. അവരൊക്കെ ദൈവത്തെങ്കിലേക്ക് തിരിയാൻ പോവുക. ഈ സന്ദേശം അവരുടെ ലൈഫ് തിരിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കേൾപ്പിക്കണം. ഇതൊരു പ്രവചനമാണ്. ശൗലിനെ മാറ്റിയതുപോലെ ആ വ്യക്തിയെ മാറ്റും. സുവിശേഷത്തിന് വേണ്ടി വളരെ ശക്തിയോടെ എഴുന്നേറ്റ് വരുവാൻ ആ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. ഈ ദിവസവും നീ ചില നിന്ദയും അപമാനവും കേട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ആശ്ചര്യ കാര്യങ്ങൾ ചെയ്യും എന്ന് നിങ്ങളോട് ഈ പ്രഭാതത്തിൽ പ്രവചിപ്പാൻ ഈ വചനത്തിലൂടെ ഒരു ബോധ്യം തരുന്നു. ആശ്ചര്യ കാര്യങ്ങൾ ചെയ്യും, അതിശയിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. യെസ്, അത് യഹോവയാൽ തന്നെ സംഭവിക്കുന്നതാണ്. ദൈവം തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ചില അത്ഭുത കാര്യങ്ങൾ ചെയ്യും. ചില റിസൾട്ടുകൾ മാറി മറിയാൻ പോകുന്നു. ചില റിപ്പോർട്ടുകൾ തെറ്റാൻ പോകുന്നു. ചില ഡോക്ടർമാരുടെ നിഗമനങ്ങൾ അവർ പോലും ആശ്ചര്യപ്പെടുന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ആശ്ചര്യമാകാൻ പോകുന്നു. യെസ്, തുറക്കത്തില്ലെന്നും നടക്കത്തില്ലെന്നും പറഞ്ഞ കാര്യങ്ങൾ സ്വതവേ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്നു. യെസ്, ആശ്ചര്യ കാര്യങ്ങൾ സംഭവിക്കും. യെസ്, ഈ ദൂതനെ വിശ്വസിച്ച് ആർക്കും വിട്ടുകൊടുക്കാതെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, തള്ളിക്കളഞ്ഞവരെയും ഒറ്റപ്പെട്ടവരെയും കർത്താവ് അവഗണിക്കപ്പെട്ടവരെയും എല്ലാം കർത്താവെ അങ്ങ് ചേർത്ത് പിടിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്ചര്യകരമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവളുടെ ഉള്ളിലെ തകർച്ചകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആശ്ചര്യകരമായ കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കർത്താവെ, അവരെ അങ്ങ് അതിശയമാക്കി മാറ്റാൻ പോകുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, ഇനി വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽ കർത്താവെ, അവർ തൊടുന്ന എല്ലാ മേഖലകളിലും ആശ്ചര്യകരമായ ദൈവപ്രവൃത്തികൾ ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടിയും സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയും അതിൻ്റെ മുകളിൽ കർത്താവുമായുള്ള സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയം രോഗികളായവർ കരങ്ങൾ രോഗമുള്ള ഭാഗത്ത് വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രിയപ്പെട്ടവരുടെ തകർച്ച, പ്രത്യേകിച്ച് മാനസികമായി തകർന്നു പോയ ചിലരെ കർത്താവെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരങ്ങളുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ആ രോഗത്തെ പുറത്താക്കി പ്രാർത്ഥിക്കുന്നു. ആ സ്തോത്രം രോഗത്തിൻ്റെ അണുക്കൾ യേശുവിൻ്റെ നാമത്തിൽ, രക്തസംബന്ധമായ ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ ആരോഗ്യം, ദൈവത്തിൻ്റെ ജീവൻ,
ദൈവത്തിൻ്റെ സമൃദ്ധി ഈ കുടുംബത്തിൽ മേൽ വ്യാപരിക്കട്ടെ. അവർ പൂർണ്ണ ആരോഗ്യത്തോടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയും സൗഖ്യമായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തെയും ശാസിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ. കട്ടിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. രോഗക്കിടക്കുന്ന എഴുന്നേൽക്കട്ടെ. കൈകാലുകൾ ഉറയ്ക്കപ്പെടട്ടെ. അവൻ്റെ മുഴങ്കാലുകളെ ദൈവം സൗഖ്യമാക്കിയതുപോലെ, എഴുന്നേൽപ്പിച്ച് നിർത്തിയതുപോലെ ഉറയ്ക്കട്ടെ. അവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. അവർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. എല്ലാ ആമേൻ രോഗത്തെയും ശാസിക്കുന്നു. ജനത്തെ വിടുവിക്കുന്നു. സമൃദ്ധി ഉണ്ടാകട്ടെ. ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ദൈവം പ്രത്യേക കൃപയും ആശ്ചര്യങ്ങളും ദൈവം ചെയ്യും. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കിത് അനുഗ്രഹമാകുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഗോഡ് ബ്ലെസ് യു. ശലാം.